അമേരിക്കൻ ആതിഥേയത്വത്തിൽ നടക്കുന്ന 2026 വേൾഡ് കപ്പിൻ്റെ വേദി വിവാദങ്ങളുടെ ഒരു മേളയായി മാറുന്നതാണ് നാം കണ്ടത്. ട്രംപിൻ്റെ അനാവശ്യമായ ഇടപെടൽ, മറ്റ് വിവാദങ്ങൾ എല്ലാം കൂടി ഫിഫ വേൾഡ് കപ്പിനെ വലിയ രീതിയിൽ വിവാദങ്ങളുടെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നു അർജന്റീനയും ഈജിപ്തും നടത്തിയ മത്സരം. ശ്വാസമടക്കിപ്പിടിച്ചാണ് ഫുട്ബോൾ പ്രേമികൾ ആ മത്സരം കണ്ടത്. 79 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിൽ നിന്ന അർജന്റീന 15 മിനിറ്റിനുള്ളിൽ 3 ഗോളുകളുമായി അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയ വലിയ ഒരു പോരാട്ടമായിരുന്നു അത്. എന്നാൽ മത്സരം അവസാനിച്ചതിന് പിന്നാലെ വിവാദങ്ങളുടെ പെരുമഴ വർഷിക്കുകയുണ്ടായി. ആരാധകർ തമ്മിലുള്ള തർക്കങ്ങൾക്കപ്പുറം, ഫാൻസുകൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കപ്പുറം, സോഷ്യൽ മീഡിയ വാർഫെയറിനപ്പുറം വലിയ രീതിയിലുള്ള വിവാദം ഇതേ സംബന്ധിച്ചുണ്ടായി. ഫുട്ബോൾ വിദഗ്ധന്മാരും ഫുട്ബോൾ പ്രേമികളും ചേരിതിരിഞ്ഞും പക്ഷം പിടിച്ചും വാഗ്വാദങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെട്ടു. മത്സരം അവസാനിച്ച ശേഷം ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വൈകാരികമായ പ്രകടനവും പ്രതികരണവുമായിരുന്നു. ഈജിപ്തിൻ്റെ കോച്ചായ ഹൊസാം ഹസൻ്റെ പ്രതികരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. എനിക്കിത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഭാഗ്യദോഷത്തെപ്പറ്റി പറയാനുമില്ല. ഇത് അനീതിയാണ്. ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റി കിക്ക് നഷ്ടപ്പെട്ടു. അതിൽ VAR പരിശോധന ഉണ്ടായില്ല. അവർക്ക് ലോക ചാമ്പ്യന്മാരെ നിലനിർത്തണമായിരുന്നു. മെസ്സിയെ നിലനിർത്തണമായിരുന്നു. ഇനി ഈ ലോകകപ്പിലെ ഒരു മത്സരവും ഞാൻ കാണില്ല. ഇതാണ് ഹൊസാം ഹസൻ്റെ ആ പ്രതികരണം. വളരെ വൈകാരികമാണ്. ന്യൂയോർക്ക് മേയറായ സൊഹ്റാൻ മംദാനി ഈജിപ്തിൻ്റെ വിജയം തട്ടിയെടുത്തു, അവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് പരസ്യമായി പ്രസ്താവിക്കുകയുണ്ടായി. വളരെ ഭംഗിയായി നടന്ന ഒരു കളിയെപ്പറ്റി വലിയ വിവാദങ്ങൾ ഉണ്ടായി എന്നത് ദൗർഭാഗ്യകരമാണ്. ഫിഫ എന്ന് പറയുന്ന അസോസിയേഷൻ ഒരിക്കലും വിവാദങ്ങൾക്ക് അതീതമല്ല. ഫിഫയുടെ പല കാര്യങ്ങളിലും നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്നപ്പോൾ ഖത്തറിന് വഴിവിട്ട രീതിയിൽ ഫിഫ സഹായങ്ങൾ നൽകി. അങ്ങനെയാണ് വേൾഡ് കപ്പ് ഖത്തറിന് ലഭിച്ചത് എന്ന ആരോപണം വെസ്റ്റേൺ മീഡിയ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. 2 താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒന്ന്, ഖത്തറിനെ, മിഡിൽ ഈസ്റ്റിനെ താറടിക്കുക എന്ന ഒരു പ്രൊപ്പഗണ്ട അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ വിവാദ ചുഴികൾ ഖത്തറിൽ നടക്കുമ്പോഴും അമേരിക്കയിൽ നടക്കുമ്പോഴും ഫിഫയെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയുടെ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയും ബെൽജിയവും തമ്മിലുള്ള മത്സരത്തിൽ ഇത് പ്രകടമായിരുന്നു. ഫിഫ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് സസ്പെൻഷൻ ലഭിച്ച അമേരിക്കൻ ഫുട്ബോളറെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട ട്രംപിൻ്റെ നടപടിയും ട്രംപിൻ്റെ തിട്ടൂരത്തിന് അനുസരിച്ച് പ്രവർത്തിച്ച ഫിഫ പ്രസിഡന്റും വിമർശിക്കപ്പെട്ടു. ലോകത്ത് ഇത്തരം ഇവൻ്റുകൾ നടത്തുന്ന, മത്സരങ്ങൾ നടത്തുന്ന എല്ലാ സംഘടനകളെപ്പറ്റിയും സംഘാടകരെപ്പറ്റിയും വലിയ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിലെ BCCയെ പറ്റി പല ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. ഫുട്ബോളിനെ നിഷ്കളങ്കമായി കേവലം ഒരു കളിയാണ് എന്ന് മാത്രം കാണാൻ കഴിയില്ല. ഫുട്ബോളിന് ചരിത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രങ്ങളും സ്പന്ദനങ്ങളും എല്ലാം ഉൾച്ചേർന്നതാണ് ഫുട്ബോൾ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഫുട്ബോളെങ്കിൽ ഇപ്പോൾ
ആഫ്രിക്കൻ രാജ്യങ്ങൾ കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രകടനമാണിപ്പോൾ ഫുട്ബോളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദശകങ്ങളിൽ ഫുട്ബോളിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വസ്തുതകളില്ലാത്ത ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ വിവാദങ്ങൾക്ക് വലിയ ആയുസ്സുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആത്യന്തികമായി വിജയിക്കേണ്ടത് പോരാട്ടമാണ്, പ്രകടനമാണ്, ഗ്രൗണ്ടിലെ വീറുറ്റ വാശിയേറിയ മത്സരം തന്നെയാണ് വിജയിക്കേണ്ടത്.